അനാഥനും രോഗാതുരനും അല്പായുസ്സുമായൊരു മനുഷ്യൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ അനുഗ്രഹീതമായതിൻ്റെ ആവേശോജ്വലമായ കഥയാണ് മിഷണറി ഡേവിഡ് ബ്രെയ്നർഡിൻ്റേത്. പ്രാകൃതരും ചൂഷിതരുമായിരുന്ന അമേരിക്കയിലെ ഡെൽവേർ ഇന്ത്യൻസിന് സുവിശേഷ വെളിച്ചം പകർന്ന് അവരെ അദ്ദേഹം സമഗ്രമായ പുരോഗതിയിലേക്ക് നയിച്ചു. ക്ഷയവും തീവ്ര വിഷാദവും ഗ്രസിച്ചിരുന്ന ഡേവിഡിൻ്റെ ജീവിതം ശുഭ്രമായ മെഴുതിരി നാളം പോലെ സ്വയം എരിഞ്ഞമർന്നുകൊണ്ട് താൻ സ്നേഹിച്ചവർക്ക് പ്രകാശം നൽകുന്നതായിരുന്നു. 1718 ഏപ്രിൽ 20 അമേരിക്കയിലെ ഹദാമിലാണ് ഡേവിഡ് ജനിച്ചത്. അദ്ദേഹത്തിന് 9-ാം വയസ്സിൽ മാതാവിനെയും 14-ാം വയസ്സിൽ പിതാവിനെയും നഷ്ടമായി. 15-ാം വയസ്സിൽ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവകാശമായി ലഭിച്ച ഫാമിലെ ഉപജീവന വൃത്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ടു പോയി. മാതാപിതാക്കളുടെ അകാല വിയോഗം ഡേവിഡിൻ്റെ ദൈവവിശ്വാസത്തെ തെല്ലുന്നുലച്ചെങ്കിലും തുടർന്നുള്ള ജീവിതത്തിൽ അദ്ദേഹം ഭക്തി കൈവെടിഞ്ഞില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി അദ്ദേഹം സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ശക്തമായ പാപബോധമുണ്ടാവുകയും രക്ഷയ്ക്കായി യേശുവിൻ്റെ ക്രൂശിനെ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കേണ്ടിയിരുന്ന ആ മനുഷ്യൻ അന്ന് രൂപാന്തരപ്പെടുകയായിരുന്നു. ഉപരിപഠനത്തിനായി യേൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നെങ്കിലും ദൈവശാസ്ത്രപരമായ തന്റെ തീവ്ര നിലപാടുകൾ കാരണം അദ്ദേഹത്തിന് പഠനം തുടരാനായില്ല. അമേരിക്കയിൽ അനേകായിരങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഗ്രേറ്റ് അവേക്കനിങ്ങിന്റെ കാലത്ത് ജോനാഥൻ എഡ്വേർഡ്സിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ദൈവശാസ്ത്ര വീക്ഷണമായിരുന്നു ഡേവിഡിൻ്റേത്. 1742 അദ്ദേഹം പൊതുവേദിയിൽ വചനം പ്രസംഗിച്ചു തുടങ്ങി. സഭാ ശുശ്രൂഷകനായി തുടരാനുള്ള നിരവധി ക്ഷണങ്ങളെ നിരസിച്ചുകൊണ്ട് മിഷണറി ജീവിതം തിരഞ്ഞെടുത്തു. റെഡ് ഇന്ത്യൻസിന്റെ ഇടയിലേക്കാണ് സുവിശേഷ ദീപവുമായി ദൈവം അദ്ദേഹത്തെ അയച്ചത്. റെഡ് ഇന്ത്യൻസിനെ ഇംഗ്ലീഷുകാർ ചൂഷണം ചെയ്യുകയും പ്രാകൃതരായി തടം താഴ്ത്തുകയും ചെയ്തിരുന്ന കാലമായിരുന്നു അത്. ഡേവിഡ് ബ്രെയ്നർഡ് ആകട്ടെ അവരെ സഹോദര തുല്യം സ്നേഹിക്കുകയും അവരോട് യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. മലമടക്കുകളിലൂടെയും ഘോരവനങ്ങളിലൂടെയും സുവിശേഷ പര്യടനത്തിനായി അദ്ദേഹം കുതിരപ്പുറത്ത് 3000 മൈലുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. കൊടും വനങ്ങളിൽ പലപ്പോഴും അദ്ദേഹം അപകടങ്ങളിൽപ്പെട്ടു. ക്ഷയരോഗവും ഡിപ്രഷനും ഡേവിഡിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കി. ഏകാന്തത അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു. റെഡ് ഇന്ത്യൻസ് ഡേവിഡിന് വിരോധമായി ആഭിചാരക്രിയകൾ ചെയ്തു. സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പരാജിതരായി തീർന്നു. തന്റെ വിഷാദ ചിന്തകളും രോഗപീഠയും ദുരിതങ്ങളുമെല്ലാം ഡേവിഡ് ഡയറിയിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനെവിടെ, എങ്ങനെ, എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചു എന്നിവയോർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി എത്ര ആത്മാക്കളെ നേടി എന്നതാണ് പ്രധാനം, അദ്ദേഹം കുറിച്ചു. ഡേവിഡിന്റെ നിരന്തരമായ പ്രാർത്ഥനയും അധ്വാനവും ഫലം കണ്ടു തുടങ്ങി. 1745 ദൈവം റെഡ് ഇന്ത്യൻസിന്റെ ഇടയിലേക്ക് ശക്തമായ ഉണർവയച്ചു. ഡേവിഡിന്റെ പ്രസംഗം കേട്ടവരിൽ പാപബോധവും മാനസാന്തരവും ഉണ്ടായി. ഈ ഉണർവ് കാണാനും വിമർശിക്കാനും എത്തിയവർ പോലും പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ട് പാപത്തെക്കുറിച്ച് പ്രാണവേദനയിലായി. ജനങ്ങൾ കൂട്ടമായി മാനസാന്തരപ്പെട്ടു. ഗോത്രപൂജാരിയും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ കഠിനമായ ക്ഷയരോഗം നിമിത്തം പ്രസംഗ പര്യടനം തുടരുവാൻ ഡേവിഡിന് കഴിഞ്ഞില്ല. 1746 രക്തം വാർന്ന് പരിക്ഷീണിതനായി അദ്ദേഹം മിഷണറി ജീവിതത്തിന് വിരാമമിട്ടു. അമേരിക്കയിൽ ഗ്രേറ്റ് അവേക്കനിങ്ങിന്റെ സാരഥിയായിരുന്ന ജോനാഥൻ എഡ്വേർഡ്സിന്റെ വസതിയിലായിരുന്നു ഡേവിഡ് അന്ത്യനാളുകൾ ചിലവഴിച്ചത്. കടുത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോഴും റെഡ് ഇന്ത്യൻസിന്റെ മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് പറയുവാനുണ്ടായിരുന്നത്. ദുരിതപൂർണമായ നാളുകൾ പിന്നിട്ട് 1747 തന്റെ 29-ാം വയസ്സിൽ ഡേവിഡ് ബ്രെയ്നർഡ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഡേവിഡിന്റെ ജീവിതം മരണശേഷവും സുഗന്ധപൂരിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറി ജോനാഥൻ എഡ്വേർഡ്സ് പ്രസിദ്ധീകരിച്ചു. എല്ലാ പ്രസംഗകരും ഡേവിഡിന്റെ ഡയറി വായിച്ചിരിക്കണമെന്ന് ജോൺ വെസ്ലി ആഹ്വാനം ചെയ്തു. ബലഹീനനും നിസ്സാരനുമായ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടത് അങ്ങനെ ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ വായിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്താൽ പ്രചോദിതരായി യുവാക്കൾ മിഷനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. ജിം എലിയോട്ട്, വില്യം കേരി, അഡോണിറം ജഡ്സൺ, ഇങ്ങനെ അവരുടെ എണ്ണം നീളുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞ ഉപമയുടെ ആക്ഷരിക സാക്ഷ്യമായിരുന്നു ഡേവിഡ് ബ്രെയ്നർഡിന്റെ സഫല ജീവിതം.